ഇതെന്ത് രോഗമില്ലാന്ന് പേരറിയില്ല. ഇത് ഡോക്ടർ റാവു ആണോ അതിന് വേറെ ഏതെങ്കിലും ആണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചായി, ഒരു 2 വർഷത്തോളമായി. പക്ഷേ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവർക്ക് പേരറിയില്ല, എനിക്കും പേരറിയില്ല. ഇനി ഇത് വളരാത്തതിൻ്റെ കാരണം ഇവരൊരു ചട്ടിയിലാക്കിയത് എനിക്ക് തന്നത്. പക്ഷേ ഇതൊരു ചെറിയ കവറിലായിരുന്നു. എന്നിട്ട് ആ കവറോടുകൂടി ചട്ടിയിൽ വെച്ച് അവർ മണ്ണിട്ട് നമുക്ക് തരും ഇത്. എന്നിട്ട് ഞാനിത് വളരാതെ ആയപ്പോൾ ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഇത് മാന്തി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കവറ്, ചെറിയ കവറാണ്. ചെറിയ കവറിൽ വെച്ച് പിടിപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ അത് പുറത്ത് വെച്ച് അതങ്ങനെ തന്നെ വെച്ചിട്ട് ചട്ടിക്കുള്ളിൽ മണ്ണിട്ട് നിറച്ച് നമുക്ക് തരും. അങ്ങനെ തന്നൊരു സാധനം. അതായത് വളർച്ച ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കവർ മാറ്റിയ പിന്നെയാണ് ഇങ്ങനെ വളരാൻ തുടങ്ങിയത്. നല്ല ഭംഗിയല്ല നിൽക്കുന്നതാണ്. ഡോക്ടർ റാവു ഉണ്ട് വേറെ, അതിൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ ഇതിൻ്റെ പേര്? നമ്മൾ നല്ല പോട്ടി മിക്സൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കയറി വരും കേട്ടോ കട്ടാസ് ഹൗസൊക്കെ. പക്ഷേ ഇത് നമ്മൾ വരുമ്പോൾ ഇതൊന്ന് വർഷമൊക്കെ ആകുമ്പോൾ ഒന്ന് ഒരു മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മളിതൊന്ന് പയ്യെ പൊക്കി നോക്കി ഇങ്ങനെ കവറിലാണോ അത് വെച്ചേക്കണേ, ചട്ടിയിലെ തന്നെയെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കവറുണ്ടാവും. അപ്പോൾ കവറിലാണ് വെച്ചേക്കണേന്ന് നോക്കിയിട്ട് നമ്മൾ നോക്കി കൈകാര്യം ചെയ്താൽ നമുക്ക് നല്ല ചെടികൾ കിട്ടും. ചെടികൾ നന്നായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും, പൂവുണ്ടാവില്ല, വലുതാവില്ല, ഇങ്ങനെ നിൽക്കും. എനിക്കിപ്പോൾ 2-3 ബോഗൺവില്ല കിട്ടിയത് അങ്ങനെയാണ്. അവർ 10 ഇഞ്ച് 8 ഇഞ്ചൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലാക്കി നമുക്ക് തരും. പക്ഷെ അതിനുള്ളിൽ കവറുണ്ടാവും. 2 എനിക്കങ്ങനെ കിട്ടി. കൽക്കട്ട എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ഇവിടെ വരുമ്പോൾ കേരളത്തിൽ വന്ന് നഴ്സറിക്കാർ കവറോടുകൂടി ഇറക്കി വെച്ച് മണ്ണിട്ട് നിറച്ച് നമുക്ക് തരും.